ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അവിശ്വസനീയമായ ഒരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ ഏകദേശം 50 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ വന്നു. അദ്ദേഹത്തിന് പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ നോക്കിയ സമയത്ത് 2 പല്ലുകൾ അവിടെ ഇരിപ്പുണ്ട്. കാണാൻ വന്നത് ഈ അസുഖത്തിനല്ല, വേറൊരു കണ്ടീഷന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ പല്ലുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു 35 വയസ്സുള്ള സമയത്ത് രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു പാമ്പ് വന്ന് കടിച്ചു. ഉണർന്ന ഉടനെ ദേഷ്യവും സഹിക്കാൻ വയ്യ. മാത്രമല്ല, പണ്ടൊക്കെ നാട്ടിൻപുറത്ത് പറയുന്നത് കടിച്ച പാമ്പിനെ തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷം ഇറങ്ങിപ്പോകും. ഇത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഇദ്ദേഹം ആ പാമ്പിനെ പിടിച്ചിട്ട് ആ പാമ്പിൻ്റെ നടുഭാഗത്ത് തന്നെ കടിച്ചു കുടഞ്ഞു അവിടെ തന്നെ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ആ പാമ്പ് ചത്ത് കിടക്കുന്നു. ഇദ്ദേഹത്തിന് കാലിൽ ചെറിയൊരു മുറിപ്പാട് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വിഷത്തിൻ്റെ പ്രശ്നവുമില്ല. ഇങ്ങനെ കടിച്ച പാമ്പിനെ തിരിച്ച് കടിച്ച വിഷം ഇറക്കിയ ആളായിട്ട് ഇദ്ദേഹം പിന്നെ അറിയപ്പെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 5 വർഷത്തോളം ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താഴെ നിരയിലുള്ള പല്ലുകൾ ക്രമേണ ആടി ഇളകിപ്പോകാൻ തുടങ്ങി. ഇത് കേട്ട വയസ്സായിട്ടുള്ള പലരും അദ്ദേഹത്തിനോട് പറഞ്ഞത്, നീ പാമ്പിനെ കടിച്ചതല്ലേ, പാമ്പിൻ്റെ വിഷം പല്ലുകളിലേക്ക് കയറി ആ പല്ലുകളെ ബാധിച്ച് പല്ലുകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയതാണ്. ഇനി അദ്ദേഹത്തിന് പൊഴിയാനായിട്ട് ഉൾവശത്തുള്ള 2-3 പല്ലുകൾ മാത്രമേ ഇരിപ്പുള്ളൂ. ഈ പറയുന്ന കഥ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും പ്രചരിക്കുന്നുണ്ട്. കടിച്ച പാമ്പിനെ നമ്മൾ തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറിയ വിഷം ഇറങ്ങിപ്പോവുകയും ആ പാമ്പ് ചത്തുപോവുകയും ചെയ്യും. നിങ്ങൾക്ക് വിഷം ഏൽക്കുകയും ഇല്ല എന്ന് പറയുന്നു. എന്താണ് സത്യാവസ്ഥ എന്ന് വിശദീകരിക്കാം. ലോകമെമ്പാടും ഏകദേശം 3000 തരത്തിലുള്ള പാമ്പുകളുണ്ട്. ഇതിനകത്ത് ഏകദേശം 20% പാമ്പുകൾക്ക് മാത്രമേ ചെറിയ തോതിലെങ്കിലും വിഷമുള്ളൂ. 7% പാമ്പുകൾക്ക് മാത്രമേ മനുഷ്യനെ കൊല്ലാനുള്ള അത്രയും വിഷമുള്ള ഒരു വിഭാഗത്തിൽ പെടുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 274ഓളം വെറൈറ്റി പാമ്പുകളെ നമ്മുടെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏകദേശം 60 വെറൈറ്റി പാമ്പുകൾക്ക് മാത്രമേ ചെറിയ തോതിലും വലിയ തോതിലും വിഷമുള്ളൂ. അതിൽ തന്നെ മനുഷ്യനെ കടിച്ച് കൊല്ലാൻ കഴിവുള്ളത് വളരെ കുറച്ച് ഇനങ്ങൾക്ക് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ താമസിക്കുന്നത് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലാണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ചെറിയ കുറ്റിക്കാടുകളോ പൊന്തക്കാടുകളോ ഉണ്ടെങ്കിലോ ഇവിടെയെല്ലാം തന്നെ നീളമുള്ള പാമ്പുകളെ നിങ്ങൾക്ക് ചെറുതിനെയും വലുതിനെയും കാണാൻ സാധിക്കും. ചേരയെന്നോ ചുരുട്ടയെന്നോ നീർക്കോലിയെന്നോ വളവളപ്പനെന്നോ എല്ലാം വിളിക്കുന്ന ധാരാളം പാമ്പുകൾ നമ്മുടെ വീട്ടിലും ജലാശയങ്ങളുടെ പരിസരത്ത് നനവുള്ള സ്ഥലങ്ങളിലും പാറക്കെട്ടുകളുടെ ഇടയ്ക്കും പൊന്തക്കാടുകളെല്ലാം ഇരിപ്പുമുണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് വിഷമുള്ളതാണ് എന്ന് പേടിച്ച് നമ്മൾ വിരളേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം വളരെ ചുരുക്കം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ, മൂർഖൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ, ക്രേറ്റ്, ശംഖുവരയൻ, 8 അടി വീരൻ എന്നൊക്കെ വിളിക്കുന്ന സാധാരണ ഈ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ വിഷമുള്ളതും മനുഷ്യനെ കടിച്ചാൽ മനുഷ്യൻ മരണപ്പെടാനുള്ള സാധ്യതയിലേക്ക് എത്തുന്നതും. എന്നാൽ കൃത്യസമയത്ത് വൈദ്യസഹായം നൽകുകയും ആൻറ്റിവെനം ഇഞ്ചക്ഷൻ നൽകിക്കഴിഞ്ഞാൽ ഇവ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വിഷം വ്യാപിക്കുകയോ മനുഷ്യൻ മരണപ്പെടുകയോ ചെയ്യുന്നില്ല. ബാക്കി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നാനാ തരത്തിലുള്ള പാമ്പുകളും വിഷമില്ലാത്തവയാണ്. മാത്രമല്ല, ഒരു പാമ്പ് നമ്മളെ കടിച്ചാൽ, വിഷമുള്ള പാമ്പാണെങ്കിൽ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഈ വിഷം നമ്മുടെ രക്തത്തിൽ കലരുകയും അത് ന്യൂറോടോക്സിൻ ആണെങ്കിൽ, ന്യൂറോടോക്സിൻ എന്ന് പറഞ്ഞാൽ നാഡികളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിഷം, പാമ്പിൻ വിഷം ഉള്ളത്. അത് നമുക്ക് മൂർഖന് പോലുള്ള വെറൈറ്റികൾക്ക്, ക്രൈറ്റിന്, ശംഖുവരയന് ആ ഒരു ടൈപ്പാണ്. ഇവയെല്ലാം നമ്മുടെ നാഡികളെ തളർത്തി നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ഡാമേജ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത്. എന്നാൽ വൈപ്പർ പോലെ അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെ പ്രത്യേകത, ഇവ നമ്മുടെ രക്തത്തിൽ കയറി നമ്മുടെ കോശങ്ങളെ നശിപ്പിച്ച് വൃക്ക പോലുള്ള ആന്തരിക അവയവങ്ങളെ നശിപ്പിച്ച് സെല്ലുലൈറ്റിസ് ആയിട്ടാണ് സാധാരണ മരണപ്പെടുന്നത്. ഇതല്ലാതെ സാധാരണ പാമ്പുകൾ കടിക്കുന്നത് ഒന്നുകിൽ അവ ഇരയാണെന്ന് കരുതി, അതായത് അവയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമെന്ന് കരുതി ആക്രമിച്ചു എന്ന് വരാം. ഇല്ലെങ്കിൽ ഇവയെ നമ്മൾ ചവിട്ടുകയോ ഇല്ലെങ്കിൽ ഇവയുടെ വാസസ്ഥലം നമ്മൾ ആക്രമിക്കുകയോ ഇല്ലെങ്കിൽ മുട്ടയിട്ട് കിടക്കുന്ന പാമ്പുകളുടെ അടുത്തോട്ട് നമ്മൾ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവ ആക്രമണകാരികളാകുകയും നമ്മളെ തിരിച്ച് ആക്രമിക്കാൻ വരികയും ചെയ്യും. നിവൃത്തിയില്ലെങ്കിൽ അവ മനുഷ്യനെ കടിക്കുകയും ചെയ്യും. അതല്ലാതെ സാധാരണഗതിയിൽ വിഷമില്ലാത്ത പാമ്പുകളും വിഷമുള്ള പാമ്പുകളും ഡയറക്റ്റായിട്ട് മനുഷ്യനെ വെറുതെ പോകുന്ന വഴിക്ക് ദേ ഒരു മനുഷ്യൻ്റെ കാലിരിക്കുന്നു ഒന്ന് കടിച്ചിട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് ആക്രമിക്കാറില്ല. പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് എലിയെ വല്ലും പിന്തുടർന്ന് മനുഷ്യൻ്റെ അടുത്തേക്ക്, മനുഷ്യ വാസസ്ഥലത്തേക്ക് വരുന്ന പാമ്പുകൾ മനുഷ്യനെ എലിയെന്ന് കരുതി ആക്രമിക്കുകയോ ഇല്ലെങ്കിൽ ചവിട്ട് വല്ലും കൊണ്ടിട്ട് തിരിച്ച് കടിക്കുകയോ ആണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പാമ്പിൻ്റെ വിഷം ഉണ്ടെങ്കിൽ തന്നെ എത്തുന്നത്. എന്നാൽ വിഷമില്ലാത്ത പാമ്പുകളാണ് നമ്മളെ കടിക്കുന്നുണ്ടെങ്കിൽ കടിച്ച മുറിവ് ഉണങ്ങാൻ ഒരാഴ്ച എടുക്കുന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഒരു അപകടം ഉണ്ടാകാറില്ല. മാത്രമല്ല, കടിച്ച പാമ്പിനെ തിരിച്ച് ഉടൻ കടിക്കണമെന്നുള്ള ഈ കഥകൾ കേട്ട് നമ്മൾ
ഈ നമ്മളെ കടിച്ച പാമ്പിനെ വീണ്ടും കടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കടി കിട്ടുമ്പോൾ വേദന സഹിക്കാൻ വയ്യാതെ ആ പാമ്പ് നിങ്ങളെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സപ്പോസ് അതൊരു വിഷപ്പാമ്പാണെങ്കിൽ ഡബിൾ ആയിട്ട് കടി കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ വിഷമെത്താനും നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ മരണപ്പെടാനുമാണ് സാധ്യത. എന്നാൽ വിഷമില്ലാത്ത പാമ്പാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് കിട്ടുന്ന കടിയിൽ ഒരുപക്ഷെ അവ ചത്തുപോകാം, ഇല്ലെങ്കിൽ അവ ജീവനം കൊണ്ട് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അവ ആ കടിയിൽ നിങ്ങളെ വീണ്ടും ആക്രമിച്ചു എന്ന് വരാം. അതിലും നിങ്ങൾ മരണപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ വന്ന ആ മനുഷ്യന് വിഷമില്ലാത്ത ഒരു പാമ്പായിരിക്കാം കടിച്ചത്. ഇദ്ദേഹം വേദന കൊണ്ട് അതിനെ തിരിച്ചു കടിച്ചപ്പോൾ ചെറിയ പാമ്പല്ലേ, അത് ചത്തുപോയിരിക്കാം. ഇതാണ് സംഭവിച്ചിരിക്കുക. അതല്ലാതെ കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചാൽ നമ്മുടെ പല്ലിലൂടെ വിഷം അതിലേക്ക് എത്തുകയോ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വന്ന ആ മനുഷ്യന്റെ പല്ലുകൾ പൊഴിഞ്ഞു പോയത്? അത് പാമ്പിന്റെ വിഷം കണ്ടാണ്? അല്ല. സാധാരണഗതിയിൽ ഒരു പാമ്പ് മനുഷ്യനെ കടിച്ചാൽ നമ്മുടെ രക്തത്തിലേക്കാണ് വിഷം എത്തുന്നത്, അതൊരിക്കലും പല്ലിലേക്ക് എത്തുന്നില്ല. മാത്രമല്ല, നമ്മുടെ പല്ലെന്ന് പറയുന്നത് ഡെൻഡൈൻ പോലെ വളരെ കട്ടിയുള്ള ഒരു വസ്തുവാണ്, കല്ല് പോലെ ഉറപ്പുള്ള ഒരു വസ്തു എന്ന് വേണമെങ്കിൽ പറയാം. മൂർച്ചേറിയ പല്ലുകൊണ്ട് നമ്മൾ ആഴത്തിൽ പാമ്പിനെ കടിക്കുമ്പോൾ പാമ്പിന്റെ ശരീരത്തിലുള്ള മാംസം മുറിയുമെന്നല്ലാതെ പാമ്പിന്റെ ശരീരത്തിൽ വിഷമൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. കാരണം പാമ്പിന്റെ വിഷം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ വായ്ക്കകത്തുള്ള പോയിസൺ അടങ്ങിയിട്ടുള്ള 2 സഞ്ചിയിൽ മാത്രമാണ്, അല്ലാതെ പാമ്പിന്റെ ശരീരത്തിൽ വിഷമില്ല. ഏതൊരു ജീവിയെയും പോലെ മാംസം എല്ലും നിറഞ്ഞ ഒരു ശരീരം മാത്രമാണ് പാമ്പിനുള്ളത്. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പല്ല് പൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിന്റെ മോണ പരിശോധിച്ചപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് കടുത്ത തോതിലുള്ള മോണരോഗമുണ്ട്. വിശദമായിട്ട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം 35 വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് പ്രമേഹ രോഗം തുടങ്ങി. പ്രമേഹ രോഗം അദ്ദേഹത്തിന് വലിയ കൺട്രോളും അല്ലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താ, അദ്ദേഹത്തിന്റെ മോണയിൽ ഇൻഫെക്ഷൻ വന്ന് മാറാൻ നിന്നു. മോണരോഗം അഥവാ നമുക്ക് ഗം ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത, ഇത് നമുക്ക് വേദന ഉണ്ടാക്കത്തില്ല. പല്ല് തേക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും വസ്തുവിൽ ആഴത്തിൽ, ഇപ്പോൾ പഴങ്ങളിലെല്ലാം ആഞ്ഞ് കടിക്കുമ്പോൾ മോണയിൽ നിന്നും രക്തം വരുന്നത് കണ്ടിട്ടില്ലേ? ഇതാണ് മോണരോഗം. മോണരോഗത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ എല്ലുകളും പല്ലും തമ്മിലുള്ള ബന്ധം വിട്ടിട്ട് പല്ലുകൾ ആടാൻ തുടങ്ങും. ആദ്യം ഇത് വരുന്നത് നമ്മുടെ താഴത്തെ നിലയിലുള്ള പല്ലുകൾക്കാണ്. ക്രമേണ ഈ ആട്ടം വരുന്നതും ഇവ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നതും. പാമ്പിനെ കടിച്ചതുകൊണ്ടാണ് നിന്റെ പല്ലുകൾ പൊഴിഞ്ഞു പോകുന്നതെന്ന് പലരും പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇദ്ദേഹം ഈ മോണരോഗത്തിന് ചികിത്സയും എടുത്തില്ല. ക്രമേണ ഏകദേശം ഒരു 50 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ 90% പല്ലുകളും ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയും ആ ഗം ഡിസീസ്, മോണരോഗം നല്ല ഗുരുതരമായിട്ട് അദ്ദേഹത്തിന്റെ വായ്ക്കകത്ത് ഉണ്ടായിരിക്കുകയും ചെയ്തു. ഇതല്ലാതെ കടിച്ച പാമ്പിനെ തിരിച്ചു കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വിഷവും ഇറങ്ങിയില്ല, അതുകൊണ്ട് മാത്രമായി അദ്ദേഹത്തിന്റെ പല്ലുകളും പോയിട്ടില്ല. ഇപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പാമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഇത്തരം ചില സംഭവങ്ങളിലൂടെയാണ് പലപ്പോഴും നമുക്ക് ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥയിലേക്ക് വെളിച്ചം വീശാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും സത്യം തിരിച്ചറിയട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.